കഴിഞ്ഞ പ്രഭാഷണം ശ്രദ്ധിച്ചപ്പോൾ, ഞാനും നിങ്ങളും കേട്ടപ്പോൾ, ഇതുപോലെയുള്ള ആശയങ്ങൾ റമദാനിലും അല്ലാത്ത കാലത്തുമെല്ലാം ആവർത്തിച്ച് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കേട്ടിട്ട് നമുക്ക് ആ കേൾവിക്കനുസരിച്ചു കൊണ്ടൊരു മാറ്റമുണ്ടാക്കാൻ എനിക്ക് കഴിയാതെ പോകുന്നുവോ എന്നൊരു കുറ്റബോധം ഈ ഒരു മണിക്കൂർ നേരത്തെ പ്രസംഗം കേട്ടപ്പോൾ നമ്മുടെ മനസ്സുകളിൽ വന്നോ എന്നതാണ് എൻ്റെ ചോദ്യം. അതവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു സംസാരം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമുക്കൊരു തോന്നലുണ്ടായി. ഇതൊക്കെ ഞാൻ കേട്ടിട്ടും നമ്മൾ സ്വീകരിച്ചു വരുന്ന ഒരു ജീവിത ശൈലി അങ്ങനെ തുടരുന്നു എന്നല്ലാതെ നമുക്ക് നമ്മുടേതായ നിലക്ക് കേൾക്കുന്നതിനനുസരിച്ചു കൊണ്ടൊരു പരിവർത്തനം നമ്മളിൽ സൃഷ്ടിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പല സന്ദർഭങ്ങളിലും പല ക്ലാസ്സുകളിലും പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ ആ ക്ലാസ് കേട്ട് എൻ്റെ കൂടെ വന്ന വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ അല്ലെങ്കിൽ സംഘാടകരൊക്കെ ആയ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ സംബന്ധിക്കുന്ന സദസ്സുകളാണെങ്കിൽ പറയും, നിങ്ങൾ വസ്ത്രധാരണത്തെക്കുറിച്ചൊന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, എല്ലാ പ്രസംഗത്തിലും ഈ വസ്ത്രധാരണം ഇങ്ങനെ പറയണോ? അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കും, പലപ്പോഴും ഒരു ഇസ്ലാമികമായ ഒരു വസ്ത്രധാരണം എന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും സഹോദരിമാരുണ്ടാവും. ഞാൻ ഒരു സാധ്യതയും അതിന് കാണുന്നില്ല. അങ്ങനെ ഉണ്ടോ? എത്രമാത്രം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സദസ്സ് ചെല്ലുന്ന സമയത്ത് പൂർണ്ണ ഹിജാബോടുകൂടെ വന്ന എത്ര ആൾക്കാരുണ്ടാവും? അങ്ങനെ പൂർണ്ണ ഹിജാബോടുകൂടെ വന്ന ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവൂലേ എൻ്റെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ളത്. അതിപ്പോൾ ഒരു പ്രസംഗമോ ഒരു പ്രഭാഷണമോ ഒരു നീണ്ട എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് കണ്ടിട്ടും എന്താണ്, ഒന്ന് മഫ്ത കുത്താൻ തോന്നാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒന്ന് മാറിലേക്ക് ആ തട്ടമൊന്ന് ഇറക്കിയിടാൻ കഴിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ചുരിദാറിൻ്റെ ഒരു ഇറക്കം ഒന്ന് തൻ്റെ ശരീരഭാഗങ്ങൾ മറയുന്ന രൂപത്തിലാക്കാൻ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാത്ത രൂപത്തിൽ മറയത്തക്ക വിധത്തിലുള്ളൊരു വസ്ത്രം ധരിക്കാൻ എന്താണ് ഈ പ്രഭാഷണങ്ങൾക്ക് വന്നിട്ടും നിരന്തരമായി അത്തരം ആളുകളെ കണ്ടിട്ടും പലർക്കും തോന്നാതിരിക്കുന്നത് എന്തുകൊണ്ട്? ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. എന്തിനാ പറഞ്ഞു വെച്ചാൽ, കേൾക്കുന്നുണ്ടെങ്കിലും ആ കേൾവികൾ നമ്മളെ മാറ്റുന്നില്ല എന്നുള്ളത് പലപ്പോഴും കുറ്റബോധത്തോടുകൂടെ ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെയാണോ മാറ്റം വേണ്ടത് ആ മാറ്റങ്ങൾ വരുത്താതെ നമ്മൾ നിരന്തരം കേൾക്കുകയും പ്രഭാഷണങ്ങൾ ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് അനുഭവപ്പെടുന്ന ഒരു കുറ്റബോധം, ഒരു വിഷമം, അതിങ്ങനെ വർദ്ധിച്ചു വരിക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ നോമ്പ് അങ്ങനെയല്ല. നോമ്പിൻ്റെ തുടക്കത്തൊരു ഞായറാഴ്ച എന്നുള്ളത് ഞാൻ പറയാം, നോമ്പൊരു മാറ്റത്തിന് വേണ്ടിയാണ്. അതായത് ഒരു വ്യക്തി മാറുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി. നോമ്പും ഒരാചാരം പോലെ അനുഷ്ഠിച്ച് ഞാൻ 30 നോമ്പ് പൂർത്തിയാക്കി, 7 നോമ്പ് എനിക്ക് നഷ്ടപ്പെട്ടു, അത് ഞാൻ നോറ്റ് വീട്ടി, ഈ കണക്ക് വെക്കുക എന്നുള്ളതിലുപരി ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഒരു ലക്ഷ്യം അല്ലാഹ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയത് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം. അപ്പം നമ്മുടെ സൂക്ഷ്മതയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, അത് നോമ്പിൻ്റെ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ എത്രമാത്രം നമ്മൾ പുറകിൽ നിൽക്കുന്നുണ്ടോ അത് നമ്മൾ പരിഹരിച്ചു വരിക. എന്തൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടും നമ്മുടെ ജീവിതത്തിൽ വരുത്താത്തുണ്ടോ വരുത്താനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ റമദാൻ നടക്കേണ്ടത്. അപ്പോൾ റമദാൻ്റെ മുമ്പുള്ള ലൈഫിൽ, ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ 30 ദിവസം കൊണ്ട് നമ്മൾ വരുത്തി തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോമ്പ് അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് നമ്മൾ ഇന്ന് വിചാരിക്കുന്നത്, ഈ ഒരു മാസത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ ഇത്തരം ഒരു ഉത്ബോധനത്തിന് വേണ്ടി നമ്മൾ താല്പര്യമെടുത്ത് ബുദ്ധിമുട്ടി വന്ന ആളുകളെന്ന നിലക്ക് ഈ റമദാൻ എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, ചില തിരുത്തലുകൾ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റണമെന്നതാണ്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് വെച്ചാൽ, നോമ്പ് പറഞ്ഞാൽ എന്താണ്? ഞാൻ പലപ്പോഴും മാറാത്തതിനെ കുറിച്ച് ചിന്തിക്കും. എന്താ നോമ്പ് എന്ന് പറഞ്ഞാൽ?
നോമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ലളിതമായിട്ട് അറിയാൻ പറ്റും. നമ്മൾ അത്താഴം ഉദയത്തിന് മുമ്പ് അത്താഴം കഴിച്ചു, ഇനി നമ്മൾ അസ്തമയത്തിനെ തിന്നുള്ളൂ, വെള്ളം കുടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ്. ശരി, നീണ്ട ഒരു 12 മണിക്കൂറിലധികം സമയം നമ്മൾ എന്താണ്, പൂർണ്ണമായ പട്ടിണിയാണ്. അങ്ങനെ ഒരു പട്ടിണി സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായൊരു കാരണം. അതിൻ്റെ അർത്ഥം നമ്മൾ ആരെങ്കിലും പകല് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നതല്ല. അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ നമ്മുടെ ഭക്ഷണത്തിന് കുറവ് നോമ്പിൽ വരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ നോമ്പിൽ ഭക്ഷണത്തിന് കുറവ് വരണം, അപ്പോഴുള്ളൂ നോമ്പ് എല്ലാം. നോമ്പിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും നമുക്ക് ഫലപ്രദമാവണമെങ്കിൽ ഭക്ഷണം കുറയന്നെ വേണം. ഭക്ഷണം കുറയാൻ യാതൊരു സാധ്യതയും നോമ്പിലില്ല. അതാണ് എൻ്റെ കാര്യം. പകൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നുള്ളത് സംഭവിക്കുമെങ്കിലും ഭക്ഷണം കുറയുക എന്നുള്ളത് നോമ്പിൽ ബോധപൂർവം ശ്രമിക്കാത്ത ഒരാൾക്കും അയാളുടെ ഭക്ഷണം കുറയില്ല. പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നതാണ്, മഹാനായ സയ്യിദ് റഷീദ് റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ മനാർ എന്നുള്ള തഫ്സീറിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ 11 മാസം മനുഷ്യൻ ഭക്ഷണം കഴിച്ചത് കൊണ്ട് അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പും അതിൻ്റെ അവശിഷ്ടങ്ങളും എല്ലാം ഇല്ലാതാക്കാൻ പറ്റുന്നതാണ് ഒരു മാസം എന്നാണ്. ഏതുപോലെ നമ്മുടെ കഴിഞ്ഞ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന പോലെ 11 മാസത്തെ ഭക്ഷണ ദോഷങ്ങളെല്ലാം നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ എന്ത് ചെയ്യുമെന്നറിയോ, നോമ്പിന് പറ്റുന്ന. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കും നിങ്ങൾ. 11 മാസത്തെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പും വസ്തുക്കളും ഒക്കെ എന്ത് ചെയ്യാണ്, നോമ്പ് കൊണ്ട് ഇല്ലാതാകത്തക്ക വിധത്തിലുള്ള ശരീരത്തെ ബാധിക്കുന്ന ഒരു പട്ടിണി, ഒരു വിശപ്പ് നമുക്കുണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊക്കെ ഇഫ്താർ നടത്തും, പലപ്പോഴും ഇഫ്താർ. എന്താ ഇഫ്താർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇപ്പോൾ നമ്മൾ ഒരു സൽക്കരിക്കുന്ന ഒരു അതിഥികൾ എന്ന നിലക്ക് നമ്മൾ ബഹുമാനിക്കണോണ്ട് എന്ത് ചെയ്യുന്നറിയോ, എപ്പോഴും നമ്മളൊരു ഇഫ്താറിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അമിതമായി കഴിക്കും, നമ്മൾ ഭക്ഷണം അമിതമായി കഴിക്കുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ ഇഫ്താർ നടക്കുന്നുണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ ഇഫ്താർ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, സാധാരണ വീട്ടിൽ നിന്ന് തുറക്കുന്ന ഒരാൾ ഒരു മിനിമം ഭക്ഷണത്തിൽ നടത്തും. എന്നാൽ ഈ 30 ദിവസം ഇഫ്താർ പങ്കെടുക്കുന്ന ആളെന്താ അറിയോ, സാധാരണ നമ്മൾ മാസത്തിലോ ആഴ്ചക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഹോട്ടലിലോ പുറത്തോ പോയി വീട്ടിലെന്തെങ്കിലും വിശേഷ വസ്തുക്കൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന പോലെയുള്ള ഭക്ഷണമാണ് ഈ 30 ദിവസം വരെ തിന്നണത്. എന്തെങ്കിലും മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഭക്ഷണം കുറക്കണം എന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു നിയമത്തിൻ്റെയോ നോമ്പിൻ്റെയോ ശറഇൻ്റെയോ പരിധിയിൽ വരുന്നുണ്ടോ എന്നൊരു പക്ഷേ ആളുകൾ ചോദിക്കും. അതല്ലാതെ പിന്നെന്താണ് സൗം? സൗം എന്ന് പറഞ്ഞാൽ ഇംസാക്കാണ്. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക. എന്തിനെയാണ് പിടിച്ചു വെക്കുന്നത്? കാല ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ. പിന്നെ മറിയം പറഞ്ഞു, ഞാൻ മൗനവ്രതത്തിലാണെന്ന്. സംസാരത്തെ എന്ത് ചെയ്യാണ്, നിയന്ത്രിക്കാന്ന്. അപ്പോൾ മിണ്ടൂലാന്നാണ്. ഇപ്പോൾ ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. ഭക്ഷണത്തിന് വ്രതമെടുക്കാൻ എന്താ, ഭക്ഷണം കഴിക്കാതിരിക്കാന്ന്. അപ്പോൾ നോമ്പ് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണ നിയന്ത്രണം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ജീവിതത്തിലും ഫലപ്രദമാകണം എന്നുണ്ടെങ്കിൽ എന്താ അറിയൂ, നമ്മൾ അസമയത്ത്, ഏത് രാത്രി സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ സമയമെന്ന നിലക്കും ആരോഗ്യപരമായും ഒരു ബർക്കത്തിന് വേണ്ടി മാത്രം എന്തെങ്കിലും തിന്നേണ്ട ഒരു സമയമാണ് അത്താഴത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ. വേറെ ഏത് സമയത്ത് നമ്മൾ തിന്നുക? നോമ്പ് തുറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പ് തുറന്ന് ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്കുള്ള സമയം കൊണ്ട് ഒരു നിയന്ത്രണവുമില്ല. അതൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള സമയം നമുക്കുള്ളൂ. ആ ഒരു നേരത്ത് നമ്മൾ 3-4 നേരത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതം മുഴുവൻ അസ്വസ്ഥമാണെന്നുള്ള. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ക്രമം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താ അറിയോ, ഭക്ഷണത്തിൻ്റെ നിയമങ്ങളിൽ ഖുർആൻ പറയുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ, കുലു വഷ്റബു വലാ തുസ്രിഫു എന്നാണ്. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, പക്ഷെ ഒരിക്കലും അമിതമാവാൻ പാടില്ല. ധാരാളം അർത്ഥങ്ങളുള്ള ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഹറാമ് തിന്നാൽ മതി, വയറിറച്ചി തിന്നൊന്നും വേണ്ട. ഒരാൾ അയാൾക്ക് കഴിക്കാൻ പറ്റാത്ത ഹറാമ് തിന്നാൽ ഇസ്രാഫാണ്, അത് തിന്നാൻ പാടില്ല. അത് ഇസ്ലാമികപരമായി ഇസ്രാഫ് എന്ന ദുർവ്യയം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഭക്ഷണം അമിതമായി കഴിക്കാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതായിട്ടുള്ള ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. മാ മല ആദമിയുൻ വിആഅൻ ശർറൻ മിൻ ബത്നിഹി എന്നാണ്.
എത്ര വ്യക്തമായിട്ട് തന്നെ പറയും. ഇതൊന്നും പ്രതീകാത്മകമല്ല കേട്ടോ, വ്യക്തമായിട്ട് പറയണം. വയറിനേക്കാളും ഒരു മനുഷ്യൻ നിറക്കുന്ന ഒരു പാത്രം വേറെ ഇല്ല എന്ന്. അത്രയും വൃത്തികേടാണ് വയറ് നിറച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ. നബിയുടെ കൂടെ ജീവിച്ച സഹാബത്തൊക്കെ ആ ഭക്ഷണം വയറ് നിറച്ച് തിന്നുന്നവനെ കണ്ടാൽ അവർക്കുണ്ടായിരുന്ന മനസ്സിൻ്റെ പ്രതിഷേധം എത്ര വലുതാന്ന് പറയണമെങ്കിൽ മനസ്സിലാക്കാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു അതിഥി വേണം. എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും കൂടെ കഴിക്കാൻ ഒരാളെ കൂട്ടിയിട്ട് അദ്ദേഹം കഴിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ നാഫി റളിയല്ലാഹു അൻഹു ഒരാളെ കൂട്ടി വന്നു. ഇബ്നു ഉമറിന് ഒരാളെ വേണമല്ലോ എന്ന് വിചാരിച്ച് കൂട്ടി. അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കൂടെ ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഫഅക്കല കസീറൻ, അദ്ദേഹം കണ്ടമാനം തിന്നു. ഈ വന്ന വിരുന്നേരൻ ധാരാളമായി ഭക്ഷിച്ചു. അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഇബ്നു ഉമർ ഈ കൊണ്ടുവന്ന നാഫിയോട് പറഞ്ഞു, യാ നാഫിയോ ലാ തുദ്ഖിൽ ഹാദാ അലയ്യ, ഇവനെ ഇനി എൻ്റെ അടുത്ത് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇവനെ നിങ്ങൾ ഇനി എൻ്റെ കൂടെ കൊണ്ടുവരരുത്. സമിഅ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാഴ്ചപ്പാടിനെ നമുക്ക് പ്രായോഗികമായി പറഞ്ഞു തരുന്നതാണ്. അൽ മുഅ്മിൻ യഅ്കുലു ഫീ മിഅൻ വാഹിദ്, ഒരു വിശ്വാസി തൻ്റെ ഒരാമാശയം മാത്രമേ, അതായത് ആമാശയത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അവൻ ഭക്ഷിക്കുകയുള്ളൂ. വൽ കാഫിർ, അവിശ്വാസി, യഅ്കുലു ഫീ സബ്അതി അംആ, അവൻ്റെ 7 വയറും അവൻ നിറക്കും എന്നാണ് പറയുന്നത്. 7 വയറും അവൻ നിറക്കും. സുഹൃത്തുക്കളെ, ഈ തിന്നുന്നതിന്, ഈ അമിതമായ തീറ്റയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. അത് ഇസ്ലാമികമായി ഗുരുതരമായ തെറ്റാണ്. അത് തിന്നതിന് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഫലപ്രദമായി ഈ നോമ്പിൻ്റെ ഗുണം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതെന്ന്. വയറ് നിറച്ച് തിന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഉറങ്ങാൻ പറ്റും. ഒരാൾക്ക് നന്നായിട്ട് വയറ് നിറച്ച ഒരാൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. അയാൾക്ക് ശ്വസിക്കാൻ പറ്റും. സന്തോഷത്തോടു കൂടെ അയാൾക്കൊന്ന് ശ്വസിക്കാൻ പറ്റും. എത്ര ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നമ്മൾ. ഇപ്പോൾ ഒരു തിന്നണ എത്ര വലിയ തെറ്റാണെന്ന് വെച്ചു. തിന്നണ തെറ്റല്ല, തിന്നാൻ നമ്മളോട് കൽപ്പിച്ചതാണ് കുലു വശറബൂന്ന. പക്ഷേ അത് അമിതമാകുന്നത് തെറ്റു തന്നെയാണ്, അതിന് യാതൊരു സംശയവും എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് ഭക്ഷണത്തിൻ്റെ അളവ് പറഞ്ഞതെന്ന് അറിയുങ്ങൾ? നമ്മൾ 3 അറകളിൽ ഒരറ നിറക്കണം എന്നാണ് നമ്മൾ പഠിക്കല് അല്ലേ? അത് ഓക്കെ, അത് ഹദീസിലുള്ളത് തന്നെയാണ്. ഒന്ന് ഒഴിച്ചിടണം, ഒന്ന് എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താണ് ഭക്ഷണത്തിൻ്റെ അളവ് എന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സമയത്ത് നബി എന്താണ് അത് പറയുന്നത്? ആ അളവ് എന്ന് പറഞ്ഞാൽ ഇബ്നു ആദം ബിഹസ്ബി ഇബ്നി ആദം ഉക്ലാത്തിൻ യുഖിംന സുൽബഹു, അവൻ്റെ മുതുക് നീർന്ന് നിൽക്കാനുള്ള ഭക്ഷണം തിന്നാൽ മതി ഒരാൾ എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഒരു ഭക്ഷണമേ ഒരാൾക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം കുറച്ച് കുറയുമ്പോഴേക്കിനും ബേജാറാകേണ്ടി പേടിക്കേണ്ടി ഒന്നും കാര്യമില്ല എന്നുള്ളതാണ്. ഇന്ന് ഫിറ്റ്നസ് സെൻ്ററുകളാണ് എല്ലായിടത്തും. ഏറ്റവും വലിയ വരുമാനം ലോകത്ത് മുഴുവനും അതാണ്. ഞാനതിന് തെറ്റായിട്ട് പറയില്ല. അത് വെറും തടി കുറക്കാനോ ആരോഗ്യം കുറക്കാനോ മാത്രമല്ല. നമ്മുടെ ശരീരത്തിലൊരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ രൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ വ്യായാമം ആവശ്യമാണ്. ഇതിൽ യാതൊരു സംശയമില്ല. എല്ലാവരും വ്യായാമം ചെയ്യണം ആരോഗ്യപരമായി നിലനിൽക്കാൻ. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് പരലോകത്തേക്ക് വേണ്ടി ദുനിയാവിന് വേണ്ടി ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ആരോഗ്യം, പള്ളികൾക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നടന്നു പോകാനുള്ള ആരോഗ്യം വേണ്ടേ. അതുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതും അതിന് സമയം ചെലവഴിക്കുക എന്നുള്ളതും ഒന്നും എന്തല്ല തെറ്റായ കാര്യമല്ല. അത് നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ഇസ്ലാമികമായ നിയമമായിക്കൊണ്ട് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ്. അപ്പോൾ നോമ്പ് കൊണ്ടുള്ള ഗുണം ഒരാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ ഭക്ഷണത്തെ നിയന്ത്രിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. പക്ഷെ കഴിക്കുമ്പോൾ എന്താണ്, ഒരളവിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കഴിക്കില്ലെന്ന് തീരുമാനിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം. തികച്ചും തെറ്റായ, ഒരിക്കലും ആരോഗ്യപരമായി ഒരു ന്യായവും പറയാൻ പറ്റാത്ത എല്ലാ അബദ്ധങ്ങളും ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട് എന്ന് വിശ്വസിക്കരുത്. കാരണം ഇന്ന ലിനഫ്സിക അലൈക ഹക്ക, നിൻ്റെ ശരീരത്തോട് നിനക്കൊരു കടമയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു എന്ന് വന്നാൽ
തീർച്ചയായും അത് തെറ്റു തന്നെയാണ്. അത് നമ്മൾ വളരെ കണിശമായി പാലിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഭക്ഷണം ക്രമീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് പറയട്ടെ. ഒന്നാമത്തെ ഗുണമായിട്ട് അവർ പറഞ്ഞ എന്താ നിങ്ങൾ, സഫാ ഉൽ ഖൽബ് എന്നാണ്. അതായത് ഹൃദയം ശുദ്ധമാകുന്നതാണ്. എങ്ങനെ തിന്നാതിരുന്ന ഹൃദയം ശുദ്ധമാണ്? സുഹൃത്തുക്കളെ, ഈ ഒരു കണക്കുമില്ലാതെ അടിച്ച് കേട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിതത്തിൽ എന്താണ്, ഈ തീറ്റയും ആഘോഷവും സന്തോഷവും അല്ലാത്ത വേറൊരു പരിപാടി ഉണ്ടാവില്ല. നിങ്ങളെ കുട്ടികൾക്ക് ഒരു ദിവസം 500 ഉറുപ്പിക എടുത്തുങ്ങാട്ട് ഇഷ്ടമുള്ളത് പോയി തിന്നാൻ പറഞ്ഞു നോക്കും. നിങ്ങൾ നശിക്കാൻ അത് മതി, കള്ളുടിക്കൊന്നും വേണ്ട. ഒരു 10-200 ഉറുപ്പിക കൈ കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് പോയി തിന്നോന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഒരു ചെറിയ ഒരു 10-14 വയസ്സായ കുട്ടി അവനിങ്ങനെ ഉമ്മാൻ്റെ പൈസ വാപ്പാൻ്റെ പൈസ എല്ലാം മോഷ്ടിക്കും. അപ്പോൾ എന്താണ് ഇപ്പോൾ മോഷ്ടിക്കാനുള്ള കാരണം എന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലായി. അപ്പോൾ അവനെന്ത്, ഇവൻ എല്ലാ ദിവസവും ഒരു ഷവർമയും ഒരു ജ്യൂസും കുടിക്കണം. ആണോ? ഒരു ഷവർമയും ഒരു ജ്യൂസും ഇല്ലാതെ ഒരു വൈകുന്നേരം ആകാൻ പറ്റില്ല. അതിനുള്ള പൈസ അവൻ വൈകുന്നേരം ആകുമ്പോഴേക്ക് കണ്ടെത്തുക. എങ്ങനെയാ 14 വയസ്സായവൻ എങ്ങനെ കണ്ടെത്തുക? അവന് കണ്ടെത്താൻ വേറുള്ളൊരു പോക്കറ്റ് തപ്പലാണ് അവൻ അതിനുള്ള പരിഹാരം. അതുകൊണ്ട് അവൻ മോഷ്ടിച്ചിരിക്കും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര വലിയ അഡിക്ഷനാണ് ഭക്ഷണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പക്ഷേ ആ കുട്ടീനോട് സംസാരിച്ചപ്പോൾ, ആ കുട്ടീൻ്റെ കേസ് വന്നപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. ഇപ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ എന്താണ്, നിയന്ത്രണ വിധേയമായിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത് എങ്കിലുള്ളവർ നമ്മൾ ബുദ്ധി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിന് പരിശുദ്ധി ഉണ്ടാവുള്ളൂ എന്നാണ്. മാത്രമല്ല പിന്നെ വേണ്ട, ഒരു മനുഷ്യന് എല്ലാ സമയത്തും സന്തോഷത്തോടു കൂടിയും ഉന്മേഷത്തോടു കൂടിയും നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന ആൾക്കുള്ളൂ ഒരു ഉന്മേഷത്തോടു കൂടി അവൻ്റെ ജീവിതത്തെ നിലനിർത്താൻ പറ്റും. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞാണ്, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞോ ഡോക്ടർമാർ പറഞ്ഞോ എന്നല്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് എഴുതി വെച്ച കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണമെന്ന് അറിയുങ്ങൾ, ഭക്ഷണവും വിശപ്പും പിന്നെ ബുദ്ധിമുട്ടുകളും അറിയുന്നവന് മാത്രമേ ഉള്ളൂ എന്തോ പടച്ചോനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവുള്ളൂ. അള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത ഒരാൾ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുറച്ച് പട്ടിണിയും കുറച്ച് വിശപ്പും ദാഹമൊക്കെ അനുഭവിക്കുന്നവനെ അതുണ്ടാവുള്ളൂ എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഏറ്റവും വലിയ പ്രയോജനമായിക്കൊണ്ട് അവർ പറയുന്നത് കെസ്റു ഷഹവാത്ത്, നമ്മുടെ ദേഹേച്ഛകളെ, തെറ്റുകൾ ചെയ്യാനുള്ള മനുഷ്യൻ്റെ പ്രവണതകളെ തടഞ്ഞു വെക്കാൻ ഒരു പക്ഷേ ഭക്ഷണ നിയന്ത്രണങ്ങൾ കൊണ്ട് പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ പിന്നെ പിശാചന്തിയും അത് എജിരി മജറദ്ദം, രക്തം ഒഴുകുന്നിടത്തൊക്കെ സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ നോമ്പ് നോറ്റാൽ മനുഷ്യന് കൺട്രോൾ കിട്ടാനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ ശരീരത്തിലൂടെ പിശാചിന് സഞ്ചരിക്കുവാനുള്ള ആ സഞ്ചാര വേഗത കുറയുന്നതാണ്. അങ്ങനെ ഹദീസിനെ വിശദീകരിച്ച ആൾക്കാർ ആ വേഗത കുറയുമ്പോൾ അവൻ എന്ത് ചെയ്യും, ആ പിശാച് കൺട്രോളാവും, പിശാച് നിയന്ത്രണത്തിലാകും എന്ന് വരെ പറഞ്ഞു വെച്ച പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു നിയന്ത്രണം ക്രമം തീർച്ചയായും നമ്മൾ ഈ റമദാനക്കൊക്കെ ഒരു പ്രത്യേകമായൊരു ക്ലാസ്സും പ്രഭാഷണവും പ്രസംഗമൊക്കെ കേട്ട് എനിക്കെൻ്റെ നോമ്പും എൻ്റെ ജീവിതമൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും നമ്മുടെ എല്ലാം ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഈ നോമ്പിൻ്റെ ഫലപ്രാപ്തി നമുക്ക് കിട്ടാൻ ഭക്ഷണത്തിനുള്ള നിയന്ത്രണം നമ്മളെല്ലാവരും ശീലമാക്കണം. എന്താണ് ഈ ഭക്ഷണം നിയന്ത്രിച്ച് ഇത്തരത്തിലുള്ളൊരു നോമ്പ് നമുക്ക് നിർബന്ധമാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ഒരിക്കലും മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അതാണ് നോമ്പിൻ്റെ ഗുണം. യാ മാഷറ ശബാബ് ബനിസ്തതാമിൻകുൽ ബാഅത്ത ഫലിയതസവ്വജ്. എത്ര വ്യക്തമായിട്ട് നബി പറഞ്ഞത്, യുവാക്കളെ, നിങ്ങൾക്ക് ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വിവാഹം കഴിക്കണം. ആ ശേഷിനെ പറ്റി ചർച്ച ഉണ്ട്. ചില ആൾക്കാർ ആ ശേഷിനെ കുറിച്ച് പറഞ്ഞ് കല്യാണം കഴിക്കാനുള്ള മഹർ കൊടുക്കാനും വലിയമത്ത് കൊടുക്കാനും ഒക്കെ ഉള്ള പൈസയാണെന്നാണ് പറഞ്ഞത്. എന്നാൽ മിക്കവാറും ആളുകൾ വിശദിച്ച് ബാഅത്ത് പറഞ്ഞാൽ ഒരു യുവാവാകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു, വികാരങ്ങൾ ഉണ്ടാകും. ആ വികാരങ്ങൾ ശക്തിപ്പെട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അത് നിയന്ത്രിക്കാൻ അത് പിടിച്ചു വെച്ചാൽ നടക്കൂല. അത് പിടിച്ചു വെക്കാൻ പറ്റിയതൊന്നല്ല മനുഷ്യൻ്റെ ലൈംഗിക വികാരങ്ങൾ. അപ്പം അത് നിർവഹിക്കാൻ കല്യാണം കഴിക്കണം എന്നാണ്, വിവാഹം കഴിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയോ വൈല്ല മെസ്സത്തി, എനിക്കത് പറ്റൂലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പറ്റൂലെങ്കിൽ അത് വികാരങ്ങൾ, അതിശക്തമായ ഒരു യുവാവിൻ്റെ ലൈംഗിക വികാരങ്ങളെ അവനെ നിയന്ത്രിക്കാൻ പറ്റാൻ ഒരു വിവാഹത്തിന് അവസരമില്ല, ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ അവന് പറ്റില്ലെന്ന് വന്നാൽ അവൻ എന്ത് ചെയ്യണം? അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ്. ഇപ്പം ഇന്നഹു ലഹു വിജാ. ഇപ്പം നോമ്പിന് പറ്റുന്നതാണ്. എല്ലാ മനുഷ്യരും പരാജയപ്പെടുന്ന ഏറ്റവും ഒരു അപകടകരമായ മേഖലയാണ് എന്തൊരു വൈകാരിക മേഖല പറഞ്ഞാൽ. എല്ലാവരും നമ്മളെപ്പോഴും നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിലാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് നോട്ടം എന്ന് പറഞ്ഞാൽ.
മനസ്സിലായി? ബാക്കിയുള്ള തെറ്റുകൾക്കൊക്കെ മനുഷ്യന് സാഹചര്യത്തിൻ്റെ പരിമിതികളുണ്ടാവും. എന്നാൽ നോട്ടം ഉണ്ടല്ലോ, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും വേറെ വേറെ പറഞ്ഞുകൾ നോക്കാൻ പാടില്ല എന്നാണ്. എന്താ നോക്കുക എന്ന് പറഞ്ഞാൽ, നോക്കുന്നത് ഒരു രോഗമാണ്. അങ്ങനെ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അയാളുടെ മനസ്സിൽ ആ വൈകാരിക ചിന്തകൾ അയാളെ അസ്വസ്ഥമാക്കും. അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ആ ചിന്ത എന്തു ചെയ്യും, അയാളെ ബാധിക്കും. അതുകൊണ്ട് അത് നിയന്ത്രിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആത്മീയതയും തകരാറായി പോകും. ഒരു സദാസമയവും ഒരു രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ രോഗിയാണെങ്കിൽ നമ്മുടെ ഭക്ഷണമാണെങ്കിൽ, നമ്മുടെ ഉറക്കമാണെങ്കിൽ, നമ്മുടെ ജോലിയാണെങ്കിലൊക്കെ നമുക്ക് നിർവഹിക്കാൻ പറ്റും. എന്ന പോലെ മനസ്സിൻ്റെ രോഗമാണ് എന്തെന്ന് പറഞ്ഞാൽ ഈ വൈകാരികമായ ചിന്തകൾ. അത് മനസ്സിൻ്റെ ഉള്ളിൽ പിടികൂടി കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ തന്നെ അസ്വസ്ഥമാവും, താറുമാറാകും. അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ വരും. അതിനെ നിയന്ത്രിക്കാൻ നോമ്പിന് പറ്റുന്ന വേണം. അതിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് നോമ്പ് കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ എസ്തജിൻ്റെ ബിക, മനുഷ്യനൊരു പരിചയമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ് നോമ്പ്. അപ്പോൾ ശക്തനായ ഒരു യുവാവിൻ്റെ ലൈംഗികമായിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പിന് ശക്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഏത് ഇച്ഛകളെയും നിയന്ത്രിക്കാൻ അവന് നോമ്പ് കൊണ്ട് പറ്റുമെന്നതാണ്. അതുകൊണ്ട് എന്തെല്ലാം തെറ്റുകൾ നമ്മളിൽ വന്നു പോകുന്നുണ്ട് എന്നാണോ നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്, അത് മുഴുവനും നമ്മളിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും ഒന്നല്ല കേട്ടോ, എല്ലാ ആളുകൾക്കും ഒന്നല്ല. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് തെറ്റുകളായി വരുന്നത്. എല്ലാവരുടെയും ഇപ്പോൾ ഈ വൈകാരിക രംഗം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രയാസമുള്ളൊരു രംഗമായിട്ട് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. നമ്മുടെ സ്വഭാവങ്ങളായിരിക്കാം ചിലപ്പോൾ പ്രശ്നം. ഞാൻ പറഞ്ഞാൽ ആ സ്വഭാവങ്ങളെ നമ്മൾ മാറ്റിയെടുക്കണം. വെറുതെ നമ്മുടെ ജീവിതത്തെ സദാസമയവും അസ്വസ്ഥമാക്കുന്നതാണ് നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ വളരെ മോശമായി പ്രതികരിക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെടുക, മനസ്സിലായി, എല്ലാവരോടും വിരോധം വെച്ച് ജീവിക്കാം, എല്ലാവരുടെയും കുറ്റങ്ങളും തെറ്റുകളും കണ്ടത് പറഞ്ഞുകൊണ്ട് നടക്കാം. ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ മനുഷ്യനെ ഇതൊക്കെ നമ്മൾ മാറ്റണം. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, 2 കാര്യങ്ങൾ നബി ഒന്നിച്ച് പറഞ്ഞു. ഏതാ 2 കാര്യങ്ങൾ നബി ഒന്നിച്ച് പറഞ്ഞത്? ഒന്ന് നാവിനെയും ഗുഹ്യാവയവത്തെയും. എന്താ ഒന്നിച്ച് പറയാൻ കാരണം? മൈ എല്ലുമനു ലീ മാ ബൈന ലിഹിയേഹി വമാ ബൈന ഫഹ്ദൈഹി അല്ലുമനു ലഹുൽ ജന്ന. ഒരാൾ തൻ്റെ ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുകയാണെങ്കിൽ അവന് സ്വർഗം തരാമെന്ന് ഞാൻ ജാമ്യം നിൽക്കാന്ന്. എന്താ ഈ 2ൻ്റെയും കാര്യം? ഞാൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു മനുഷ്യന് സത്യത്തിൽ ഈ വൈകാരികമായ കാര്യങ്ങൾ, പോൺ സൈറ്റുകൾ, അശ്ലീലങ്ങൾ കാണുക, ഈ കാണുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ വായിൽ നോക്കി നടക്കുക, അതേപോലെ തന്നെ ആ ചിന്തകളുമായിട്ട് മാത്രം നടക്കുക, അത്തരം കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ കാണുക, അതിനെപ്പറ്റി ആലോചിച്ചും ചിന്തിച്ചും നടക്കുക. ഇതൊരു മനുഷ്യനെ എത്ര ചെയ്താലും മതിയാവാത്തൊരു കാര്യമാണ്. ഈ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് എത്ര ചെയ്താലും മതിയാവില്ല, അവരത് ചെയ്തു. അതേപോലെ ചെയ്യുമ്പോൾ മനുഷ്യന് ആസ്വാദനം കിട്ടുന്ന ഒന്നാത്ര ഈ വർത്താനം. മറ്റുള്ളവരെക്കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട് എന്നാണ്. അപ്പോൾ എന്താ, ഒരു അവസരം തേടി നടക്കും അങ്ങനത്തെ ആൾക്കാർ. അവർക്കിതിങ്ങനെ പറയണം എന്നുള്ളതാണ്. ആൾക്കാരെക്കുറിച്ച് എന്തെങ്കിലും പറയാം, കുറ്റം പറയാം, ആരെങ്കിലും ഒരു ഫോൺ നമ്പർ സംഘടിപ്പിച്ചിട്ട് വിളിച്ചിങ്ങനെ പറയാം. ആ പറയുമ്പോൾ അവർക്ക് അതിലൊരു ആസ്വാദനം ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ഏറ്റവും അടക്കി വെക്കാൻ പ്രയാസമുള്ള ആസ്വാദനങ്ങളായി 2 എണ്ണം പറഞ്ഞതിൽ ഒന്നെന്താണ്? ഒന്ന് വൈകാരികതയാണ്, രണ്ടാമത്തെ നമ്മുടെ നാവാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരം പ്രധാനമാണ് സുഹൃത്തുക്കളെ. ഒരു പക്ഷേ ഞാൻ പറയണത്, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ മുഴുവനും മനുഷ്യൻ ഈ സംസാരം കൊണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ടായിരിക്കും.